ഹലോ, ഇന്ന് നമ്മൾ വിയന്നയിലാണ്. രാവിലെ നമ്മൾ ഹോട്ടലിൽ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇന്ന് നമുക്കൊരു ഡേ ട്രിപ്പ് ഉണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഓവറായി. നമ്മളിപ്പോൾ പോകുന്നത് ഒരു തടാകം കാണാനാണ്. ഈ തടാകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ 2 കാസിലുകളുണ്ട്. ഒരു ലാൻഡ് കാസിലുണ്ട്, ഒരു ലേക്ക് കാസിലുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ലാൻഡ് കാസിൽ. ഇവിടെ നിന്നും ഒരു ലേക്കിന് കുറുകെ ഒരു പാലത്തിലൂടെ നടന്ന് അപ്പുറത്തൊരു ലേക്ക് കാസിലുണ്ട്. ഇതൊരു 16-ാം നൂറ്റാണ്ടിലെ സൃഷ്ടിയാണ് കേട്ടോ. അതിമനോഹരമായ കാഴ്ചയായിരുന്നു ആ പാലത്തിന് ഇരുവശവും. ദൂരെ കാണുന്നത് ആൽപൈൻ മലനിരകളാണ്. അവിടേക്ക് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് യാത്രയിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റോപ്പ് ഓവറായിരുന്നു ഇത്. അവിടെ നിന്ന് കുറേ നേരം ഭംഗിയായ ദൃശ്യങ്ങളെല്ലാം ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഹോൾസ്റ്റാറ്റ് എന്ന അതിസുന്ദരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. ഹോൾസ്റ്റാറ്റിൻ്റെ ഏറ്റവും മുകളിലുള്ള പർവ്വതനിരകളിലേക്ക് എത്താനായിട്ട് ഇവിടെ നിന്നൊരു ഫേണിക്കുലാർ ഉണ്ട്. ആ ഫേണിക്കുലാറിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണിത്. ഭയങ്കര തിരക്കായിരുന്നു. കുറേ നേരം ക്യൂവിൽ നിന്നു. ഫേണിക്കുലാർ വഴി നമ്മൾ കയറി മുകളിലേക്കെത്തി. ഇപ്പോൾ ടോപ്പ് ഓഫ് ഹോൾസ്റ്റാറ്റാണിത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യം നമ്മൾക്ക് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ എന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൃശ്യമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 840 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഇടം. ഇവിടേക്ക് വരുന്ന ഫേണിക്കുലാറിൽ ഏകദേശം 2 മിനിറ്റുള്ളൊരു റൈഡിലാണ് നമ്മളിവിടെ എത്തിയെങ്കിലും നമ്മൾ ഫേണിക്കുലാർ കയറാൻ നിൽക്കുമ്പോൾ ഒരുപാട് പേര് അതിൻ്റെ സൈഡിൽ കൂടെ ഹൈക്കിങ്ങായി നടന്നു കയറുന്നവരും ഉണ്ടായിരുന്നു. ഈ ഫേണിക്കുലാറിൽ പോകുന്ന റൈഡ് അത്രയും പേടിപ്പിക്കുന്ന ഒന്നല്ല കേട്ടോ. അത് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഭംഗിയെല്ലാം ആസ്വദിച്ച് വരാനായിട്ട് വളരെ മിതമായൊരു സ്പീഡിലാണ് അത് വരിക. താഴെ എത്തുമ്പോൾ കാണുന്നതാണ് നമ്മുടെ ഹോൾസ്റ്റാറ്റിൻ്റെ ചെറു ഗ്രാമം. ഹോൾസ്റ്റാറ്റിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ലവണഖനി അഥവാ സോൾട്ട് മൈൻ സ്ഥിതി ചെയ്യുന്നത് ഹോൾസ്റ്റാറ്റിലാണ്. ഹോൾസ്റ്റാറ്റിലെ ഉപ്പിന് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഉപ്പ് എല്ലായിടത്തും ഒരു സൊവിനിയർ കൂടിയായിട്ടാണ് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നതാണ് അവിടുത്തെ കല്ലുപ്പ്. നമ്മുടെ ഭക്ഷണത്തിലും കുളിക്കുന്ന വെള്ളത്തിലുമൊക്കെ ഈ ഉപ്പ് ഉപയോഗിച്ചാൽ ശരീരവേദന മുതൽ ക്യാൻസർ വരെ മാറുമെന്നാണ് ഈ കടയിലെ ചേച്ചി പറഞ്ഞത്. കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആ ഗ്രാമത്തിലെ പ്രധാന വഴിയിലൂടെ നടപ്പ് തുടർന്നു. മരം കൊണ്ട് പണിത, മരം കൊണ്ട് തന്നെ അലങ്കരിക്കപ്പെട്ട ഒരുപാട് ഭംഗിയുള്ള വീടുകൾ, പ്രത്യേകതയുള്ള വീടുകൾ ഞങ്ങൾ ആ പോകും വഴിക്ക് മുഴുവൻ കണ്ടു. ഇവിടെ ഈ വീടുകളിൽ താമസിക്കുന്നവർക്ക് എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഭംഗിയുള്ള മലനിരകളും ഈ ലേക്കൊക്കെ ആണല്ലോ അല്ലേ. ഈ യാത്രയിൽ ഞങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു തന്നിരുന്നു. ഹോൾസ്റ്റാറ്റിലെ വായു വളരെ സ്വച്ഛമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് മനസ്സിലാവണമെങ്കിൽ ഹോൾസ്റ്റാറ്റിലെ വായു കുപ്പിയിലാക്കി വെൻഡിങ് മെഷീനിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത്രേ. ഇത് കേട്ടപ്പോൾ ഒരു കൗതുകത്തിന് ഞാനും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. സംഭവം സത്യം തന്നെ. 12 കുപ്പി ബോട്ടിൽഡ് എയറിന് 264 യൂറോ ആണ് പോലും. അത്ര വിലപിടിപ്പുള്ള എയറാണ് ഇപ്പം നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോൾസ്റ്റാറ്റിലെ ഒരു കത്തോലിക്ക പള്ളിയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. ആ പള്ളിയുടെ മുൻവശത്തായി അതിമനോഹരമായ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ഗാർഡൻ അല്ല, അത് ആ പള്ളിയുടെ സെമിത്തേരിയാണ്. ഒരു ചെറിയൊരു ഏരിയ. ഈ സെമിത്തേരിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൽ സ്ഥലം കുറവായതുകൊണ്ട് 100-200 കൊല്ലം മുൻപ് മരിച്ചവരുടെ തലയോട്ടികളും എല്ലുകളും എല്ലാം പറക്കിയെടുത്ത് പുറത്ത് വെച്ച് ക്ലീനാക്കി ഉണക്കി അത് അടുത്തൊരു കപ്പേളയിൽ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കേട്ടപ്പോൾ കുറച്ച് പേടിയായെങ്കിലും ഞങ്ങൾ ആ കപ്പേള ഒന്ന് കാണാൻ തീരുമാനിച്ചു. പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ള തലയോട്ടിമേലെ പൂക്കളൊക്കെ വരച്ച് അലങ്കരിച്ച് മരിച്ചവരുടെ പേരും വീട്ടുപേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞു വെച്ച സമയമൊക്കെ തീർന്നു. നമ്മുടെ ബസ് ഇപ്പോൾ പുറപ്പെടും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ബസ് ലക്ഷ്യമാക്കി നടന്നു. ബസ്സിൽ ഏകദേശം ഒരു 4-5 മണിക്കൂർ റൈഡ് ഉണ്ടായിരുന്നു. പുറകിലായി സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. ഇത്ര വെളിച്ചം കണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് രാത്രി 9 മണിയാണ് കേട്ടോ. ഇന്ന് രാവിലെ 9 മണിക്കാണ് നമ്മൾ തുടങ്ങിയത്. ഇതൊരു 12 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു. ഹോൾസ്റ്റാറ്റ് എന്ന അതിമനോഹരമായ ഗ്രാമം, ഇവിടെ നിന്ന് കണ്ട എല്ലാ കാഴ്ചകളും ഉണ്ടായ എല്ലാ അനുഭവങ്ങളും പകർത്തിക്കൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്.